പാലാ നഗരസഭാ കൗൺസിൽ യോഗം ചെയർമാൻ ഷാജി തുരുത്തിന്റെ അധ്യക്ഷതയിൽ നടന്നു. ഗ്രീൻ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി 5 വർഷം മുമ്പ് നിർമ്മിച്ച അമ്യൂണിറ്റി സെന്റർ തുറന്നു പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും പൊതുജനങ്ങൾക്കായി പ്രയോജനപ്പെടുത്താൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെടുന്ന പ്രമേയം ബൈജു കൊല്ലംപറമ്പിൽ അവതരിപ്പിച്ചു. 5 വർഷം മുമ്പ് പാലാ ഗ്രീൻ ടൂറിസം പ്രോജക്ടിന്റെ ഭാഗമായി പാലാ നഗരപ്രദേശത്ത് സ്വകാര്യ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന നാളത്തോടിന്റെ നഗരസഭയുടെ അധികാരപരിധിയിൽ വരുന്ന പുഴപ്പുറമ്പോട് ഭൂമിയിൽ നിർമ്മിച്ച ടൂറിസ്റ്റ് അമ്യൂണിറ്റി സെന്റർ 5 വർഷമായി കണ്ടുപിടിച്ച് ആർക്കും പ്രയോജനമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 കോടി രൂപ മുടക്കിയുള്ള മനോഹരമായ നഗര സൗന്ദര്യവൽക്കരണ വിശ്രമ വിനോദ കേന്ദ്രമാണ് നാളിതുവരെയായിട്ട് പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമായ വർഷങ്ങളായി വെറുതെ കിടക്കുന്നത്. നഗരപാലിക നിയമം അനുസരിച്ച് നഗരസഭയിലെ പുഴപ്പുറമ്പോക്കിന്റെ കൈവശ അവകാശം നഗരസഭയിൽ നിക്ഷിപ്തമാണ്. അത് പൂർണ്ണ ഉടമസ്ഥാവകാശം ഉണ്ടെന്നും എന്നാൽ ടൂറിസം വകുപ്പ് റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനാനുമതി ആവശ്യപ്പെട്ട് ചട്ടവിരുദ്ധമായി കത്ത് നൽകിയതായി അറിയുന്നു. അമ്യൂണിറ്റി സെന്ററിന്റെ പ്രവർത്തന അനുമതി നൽകേണ്ട നഗരസഭ പ്രവർത്തനാനുമതി നൽകുവാൻ തയ്യാറാണെന്നും ഈ അമ്യൂണിറ്റി സെന്റർ പ്രവർത്തിപ്പിക്കുവാനും പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാനും പാലാ നഗരസഭയെ അനുവദിക്കണമെന്നും ഈ കൗൺസിൽ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് അവരോടും സംസ്ഥാന ടൂറിസം വകുപ്പിനോടും. പ്രതിപക്ഷ കൗൺസിലർമാരുടെ ഇരിപ്പിടവുമായി ബന്ധപ്പെട്ട തർക്കത്തിന് പരിഹാരമായില്ല. ഡയസിന്റെ ഇടതുവശത്ത് 9 സീറ്റുകൾ ക്രമമായി അനുവദിക്കുമെന്ന് ചെയർമാൻ നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെന്ന് പരാതി ഉയർന്നു. 9 പേർക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള സീറ്റ് തരാമെന്ന് പറഞ്ഞു ഇന്നത്തെ ചെയർമാൻ. അത് പാലിക്കാൻ പറ്റിയില്ല. ചെയർമാന് പറ്റിയില്ല. അത് കുഴപ്പമില്ല. ചെയർമാൻ അയൽക്കാരത്ത് ഇന്ന് പറ്റിയില്ല അല്ലേ? ശരിയല്ലേ? ഇന്ന് പറ്റിയില്ല. ഞാനത് അടുത്ത കൗൺസിൽ യോഗം മുതൽ ക്രമീകരണം നടപ്പിലാക്കുമെന്ന് ചെയർമാൻ പറഞ്ഞു. ടൗൺ ഹാൾ കോംപ്ലക്സിൽ കോൺഗ്രസ് ഓഫീസ് ഒഴിപ്പിക്കുമെന്ന ചെയർമാന്റെ പ്രസ്താവനയെക്കുറിച്ച് പരാമർശിച്ച പ്രതിപക്ഷ നേതാവ് സതീഷ് ചൊള്ളാനി 4 വർഷമായി വാടക നൽകി നിയമപരമായി പ്രവർത്തിക്കുന്ന മുറിയിലാണ് പാർട്ടി ഓഫീസെന്നും അത് നിയമവിരുദ്ധമല്ലെന്നും പറഞ്ഞു. അതിനകത്ത് ഈ ഒരു വക്കീൽ ഓഫീസ് മാത്രമേ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. വാടക കൊടുക്കുന്നുള്ളത് സംശയം. അതിനകത്ത് വേറെ പ്രസ്ഥാനങ്ങളുണ്ടോ? കയ്യേറ്റമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ സമ്മതിക്കാൻ പറ്റുന്ന ബന്ധപ്പെട്ട് സെക്രട്ടറി കഴിഞ്ഞ സംഘടന സെക്രട്ടറി പറഞ്ഞത് എന്താണെന്നറിയാമോ? കൗൺസിൽ തീരുമാനം അനുസരിച്ച് ചെയ്യുക. കൗൺസിൽ തീരുമാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൗൺസിൽ തീരുമാനം എന്ന് പറയുന്നത് 18/1/2024 കൗൺസിൽ തീരുമാനം അതൊന്നും അല്ല, മറിച്ച് അതിന്റെ മതലാണ് കയ്യേറ്റം എന്ന് പറയുന്നത്. ആ തീരുമാനം ഞാൻ വേണം വായിക്കാം. തുരുത്തം കൊടുത്തൊരു നിർദ്ദേശമാണ് 18/1/2024 പ്രധാനപ്പെട്ട ഭാഗം ഞാൻ വായിക്കാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നഗരസഭയിൽ നിന്നും അനുവദിച്ച ഏരിയയും ഉപയോഗിക്കുന്ന ഏരിയയും തമ്മിൽ അന്തരമുണ്ടെങ്കിൽ പരിശോധിക്കണം. പരിശോധനയ്ക്കാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഒഴിവായി കിടക്കുന്ന സ്പേസ് ഉണ്ടെങ്കിൽ ലേലം ചെയ്യണം. ഇത് ഒഴിവായി കിടക്കുന്ന സ്പേസ് അല്ല, വാടക കൊടുക്കുന്ന